പ്രിയപ്പെട്ട കുട്ടികളെ, കോവിഡ് ലോക്ക്ഡൗണിലാണ് നമ്മളെല്ലാവരും. SSLC കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 വിഷയങ്ങളുടെ പരീക്ഷകൾ നടന്നിട്ടില്ല. കുട്ടികൾ 1 മാസമായിട്ട് വീട്ടിൽ ഇരിപ്പാണ്, പുറത്തിറങ്ങാൻ വയ്യ, സ്കൂളുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. എത്രമാത്രം റിവിഷൻ നമ്മൾ നടത്തി എന്നുള്ളത് എല്ലാവരും ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട സമയമായി. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഓൾമോസ്റ്റ് തീരാറായിരിക്കുന്നു. തീർച്ചയായിട്ടും പരീക്ഷകൾ നടക്കും. അപ്പോൾ എല്ലാ കുട്ടികളും ഈ പ്രധാനപ്പെട്ട ഈ 3 വിഷയങ്ങളുടെ റിവിഷൻ വളരെ ഗൗരവമായിട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇതിനെ നിങ്ങളെ സഹായിക്കുന്ന ചില വീഡിയോസ് ഞാൻ ഇടാമെന്ന് കരുതുന്നു. ആദ്യമായിട്ട് ഇന്ന് കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് പൊതുവെ ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. പ്രത്യേകിച്ച് മറന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാണ്. SSLC സ്റ്റേറ്റ് സിലബസ് കെമിസ്ട്രിയിൽ ഈ കഴിഞ്ഞ വർഷം ഇപ്പം നിലവിലുള്ള കുട്ടികൾക്ക് പുതിയ ടെക്സ്റ്റുകളായിരുന്നു. കെമിസ്ട്രിയുടെ കാര്യത്തിൽ 7 ചാപ്റ്റേഴ്സാണ് പ്രധാനമായിട്ട്, 7 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യ അധ്യായം എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് പീരിയോഡിക് ടേബിൾ എന്നൊരു ചാപ്റ്ററാണ്. അതിൽ മുൻ വർഷങ്ങളിൽ 8ാം ക്ലാസ്സിലും 9ലൊക്കെ നിങ്ങൾ പഠിച്ചതിൻ്റെ ബാക്കി അറ്റത്തിൻ്റെ ഘടനയെ പറ്റിയുള്ള ഒരു ഡിസ്കഷനിലാണ് ചാപ്റ്റർ ആരംഭിക്കുന്നത്. അറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളും ന്യൂട്രോൺസുമാണുള്ളത്. ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള ചില ഊർജ മേഖലകളിൽ കൂടി എനർജി ലെവൽസിലൂടെ ഇലക്ട്രോണുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന മേഖലകളെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എനർജി ലെവൽ ഓർ ഷെൽ, മെയിൻ ഷെൽ ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഇത്തരം മെയിൻ ഷെല്ലുകളെ പറ്റിയെല്ലാം മുൻ വർഷങ്ങളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ വർഷം ഈ മെയിൻ ഷെല്ലിൽ തന്നെയുള്ള ഒരു ഓർബിറ്റിൽ തന്നെയുള്ള ഇലക്ട്രോണുകൾ ചില സബ് എനർജി ലെവൽസിലാണ് കാണപ്പെടുന്നത് എന്ന കാര്യമാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. അതിന് കാരണം ഒരു ഓർബിറ്റിൽ തന്നെയുള്ള ഇലക്ട്രോണുകൾ എനർജിയിൽ ഒരിക്കലും തുല്യമായ എനർജി ആയിരിക്കില്ല. അവയ്ക്ക് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എനർജി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഓർബിറ്റിൽ ഒരു പ്രിൻസിപ്പൽ എനർജി ലെവലിൽ തന്നെ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ചില സബ് എനർജി ലെവൽസിലാണ്. ഇത്തരം സബ് എനർജി ലെവൽസിനെയാണ് നമ്മൾ SPDF ഇങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. S എന്ന് വെച്ചാൽ ഷാർപ്പ്, P പ്രിൻസിപ്പൽ, പിന്നെ ഡിഫ്യൂസ്, ഫണ്ടമെന്റൽ, ഇങ്ങനെയുള്ളതിന് ചുരുക്കെഴുത്താണ് SPDF. ഈ ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത് ഒരു സബ്ഷെല്ലിനുള്ളിൽ എത്ര ഓർബിറ്റൽ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പം ഞാൻ ചില പ്രധാന പോയിന്റ്സ് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയ സമയം തികയില്ല. എന്നാലും പൊതുവെ പോയിന്റ്സ് മാത്രമായിട്ട് പറയാം. ഏറ്റവും ആദ്യം എന്താണ് ഓർബിറ്റ്? അത് ദേ ആർ ദ എനർജി ലെവൽസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ വിച്ച് ദി ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് എന്നാണ്. ഇനി ഈ ഓർബിറ്റിനുള്ളിലുള്ള സബ് എനർജി ലെവലിൽ തന്നെ ഓർബിറ്റൽസ് എന്നറിയപ്പെടുന്ന ചില റീജിയൻസ് ഉണ്ട്. ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള ഏരിയകളെയാണ് റീജിയൻസിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരു സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉൾപ്പെടുക എന്നുള്ളത് അതിനകത്തുള്ള ഓർബിറ്റലിന്റെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർബിറ്റ് ഓർ മെയിൻ ഷെൽ, പിന്നെ സബ്ഷെൽ SPDF. സബ്ഷെല്ലിന്റെ കാര്യത്തിൽ ആകെ ഒരു ഓർബിറ്റലേ ഉള്ളൂ, അതുകൊണ്ട് 2 ഇലക്ട്രോൺസേ അതിനകത്തുള്ളൂ. Pയുടെ കാര്യത്തിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്, 3 × 2 6 ഇലക്ട്രോൺസ് അതിനുണ്ട്. അടുത്തതാണെന്നുണ്ടെങ്കിൽ 7 ഓർബിറ്റൽസ് ഉണ്ട്, Dയിലാണെന്നുണ്ടെങ്കിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്, 10 ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ Fയിലാണെങ്കിൽ 14. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് ഒരു ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സബ്ഷെല്ലുകളിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ വിന്യാസം അത്
ആണ്. ഡീറ്റെയിൽ ആയിട്ട് അത് പിന്നീട് പറയുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ആദ്യം എന്താണ് അറ്റോമിക് സ്ട്രക്ചർ എന്ന് അറിഞ്ഞിരിക്കണം. ബോർ മോഡലിനെ പറ്റി നല്ല ധാരണ വേണം. 2 എന്താണ് ഓർബിറ്റ്. 3 എന്താണ് ഓർബിറ്റൽ, എന്താണ് സബ്ഷെൽ SPDF. പിന്നെ എന്താണ് ഓർബിറ്റൽ. പിന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നേരിട്ട് എഴുതാൻ ആവശ്യപ്പെടാൻ പരീക്ഷയ്ക്ക്. അത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ വേണം സബ്ഷെൽ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എഴുതാനായിട്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ തരുന്നു, ഒരു എലമെന്റിന്റെ, അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ആവശ്യപ്പെടും. പിന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ആ ആറ്റത്തെ പീരിയോഡിക് ടേബിളിൽ ലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഏത് ഗ്രൂപ്പിലാണ്, ഏത് പീരീഡിലാണ്, ഏത് ബ്ലോക്കിലാണെന്നൊക്കെ ചോദിക്കാം. പിന്നെ പീരിയോഡിക് ടേബിളിലെ പല ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളൊരു സംഗതി കൂടി ഈ ചാപ്റ്ററിൽ വരും. അതിൽ ഫസ്റ്റ് എന്താ പറയുക, ഈ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2, ഈ 2 ഗ്രൂപ്പുകളെ നമ്മൾ S ബ്ലോക്ക് എന്ന് വിളിക്കും. കാരണം അവയുടെ ഏറ്റവും അവസാനത്തെ ഇലക്ട്രോണുകൾ S സബ്ഷെല്ലായതുകൊണ്ടാണ്. പിന്നെ ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ P ബ്ലോക്ക് എന്ന് പറയും. അലുമിനിയം ഫാമിലി മുതൽ നോബിൾ ഗ്യാസസ് വരെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിനിടയിലുള്ള ഗ്രൂപ്പ് 2നും 13നും ഇടയ്ക്കുള്ള 10 ഗ്രൂപ്പുകൾ നമ്മൾ D ബ്ലോക്ക്, ട്രാൻസിഷൻ മെറ്റൽസ് എന്ന D ബ്ലോക്കാണ്. പിന്നെ പീരിയോഡിക് ടേബിളിന്റെ താഴെ ഇറക്കി വെച്ചിരിക്കുന്ന F ബ്ലോക്ക് ഉണ്ട്. അത് ലന്തനോൺസ് ആൻഡ് ആക്ടിനോൺസ് എന്ന് പറയും. ഓക്കെ. പിന്നെ ഇതാണ് ആദ്യ ചാപ്റ്റർ. ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി തന്നെയായി പോയി. രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വന്നാൽ മോൾ കോൺസെപ്റ്റ് എന്നൊരു ചാപ്റ്ററാണ്. മോൾ കോൺസെപ്റ്റ് ഇത്തിരി പ്രധാനപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ഇത്തിരി പറയാനൊക്കെ ഉള്ള ഒരു ചാപ്റ്ററാണ്. ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രം പറഞ്ഞിട്ട് തൊട്ട് പിന്നാലെ 1-2 വീഡിയോസിൽ പ്രധാന ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. മോൾ കോൺസെപ്റ്റിന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മോൾ എന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. മോൾ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കൗണ്ട് ചെയ്യാൻ, ഇലക്ട്രോൺസിന്റെ എണ്ണം എടുക്കാൻ, ആറ്റങ്ങളുടെ എണ്ണം എടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള അയൺസിനെ എണ്ണാൻ വേണ്ടിയൊക്കെയുള്ള ഒരു യൂണിറ്റ് ആണ്. മോൾ എന്ന് വെച്ചാൽ 6.022 ഇൻറ്റു 10⁻⁻23 പാർട്ടിക്കിൾസ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പർ, ഈ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആണ്. ആറ്റങ്ങളാണെങ്കിൽ അത്രയും ആറ്റംസ് ആയിരിക്കും, അയൺസ് ആണെങ്കിൽ അത്രയും അയൺസ് ആയിരിക്കും, അങ്ങനെയാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു മോൾ സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് ഞാൻ ഈ പറഞ്ഞ നമ്പർ. അതിന് നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയും. പക്ഷെ ഇത്രയും പാർട്ടിക്കിൾസിന്റെ മാസിനെ നമ്മൾ പറയുന്നത് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയും. ഗ്രാം മോളിക്കുലർ മാസ് പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് ടെക്സ്റ്റിൽ ഗ്രാം അറ്റോമിക് മാസ് എന്നൊരു ടേം കൂടി ഉണ്ട്. അത് അതിനെപ്പറ്റിയും പറയേണ്ടതാണ് തീർച്ചയായിട്ടും. പക്ഷെ പ്രധാനം ഗ്രാം മോളിക്കുലർ മാസ് ആണ്. പൊതുവെ 1 മോൾ ഈസ് ഈക്വൽ ടു ഗ്രാം മോളിക്കുലർ മാസ്, GMM എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ GAM ഗ്രാം അറ്റോമിക് മാസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനും 1 മോൾ എന്ന് പറയാറുണ്ട്. 1 മോൾ ആറ്റം എന്ന് പ്രത്യേകം പറയും എന്ന് മാത്രമേ ഉള്ളൂ. മറ്റത് 1 മോൾ മോളിക്യൂൾസ് ആണ്. പൊതുവെ നമ്മൾ 1 മോൾ എന്ന് പറഞ്ഞാൽ അത്രയും അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ മാസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയും. അത് ഏതൊരു എലമെന്റിന്റെയും അല്ലെങ്കിൽ ഏതൊരു കോമ്പൗണ്ടിന്റെയും മോളിക്കുലർ മാസിന് തത്തുല്യമായ ഗ്രാമിനാണ്, ആ നമ്പർ ന്യൂമറിക്കലി തുല്യമായ ഗ്രാമിനാണ് നമ്മൾ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് തന്മാത്ര ഭാരം 18 യൂണിറ്റ് ആണ്. 18 ഗ്രാം വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയും. ഈ 18 ഗ്രാം വെള്ളത്തിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം ഏത് സബ്സ്റ്റൻസ് എടുത്താലും. അപ്പൊ എലമെന്റ് ആയിക്കോട്ടെ, ഒരു കോമ്പൗണ്ട് ആയിക്കോട്ടെ. ഉദാഹരണമായിട്ട് ഇപ്പോ ഓക്സിജൻ മോളിന് പറയുന്ന പേര് ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയും. ഈ GMM ഓഫ് ഓക്സിജനിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും.
എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അപ്പൊ ഇത് എന്താണ് മോൾ, എന്താണ് അവഗാഡ്രോ നമ്പർ, എന്താണ് ഗ്രാം അറ്റോമിക് മാസ്, എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്, ഒരു ഗിവൺ മാസിൽ നിന്ന് എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് മോൾസിന്റെ നമ്പർ ഓഫ് GMO കണ്ടുപിടിക്കാം, അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാണാം, ഇങ്ങനെയുള്ള വളരെ സ്ട്രെയിറ്റ് ആയ ചോദ്യങ്ങൾ വരാം, റിവേഴ്സ് ആയ ചോദ്യങ്ങൾ വരാം. നമുക്ക് മോളിക്യൂൾസിന്റെ എണ്ണം അവർ തന്നിട്ട് അതിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറയാം. മോളിക്യൂൾസിന്റെ എണ്ണം തന്നു കഴിഞ്ഞാൽ അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. പിന്നെ ആ ഒരു മോളിക്യൂളിന്റെ മാസ് എടുത്ത് GMO കാണുന്നു, എത്ര മോൾസ് ഉണ്ടോ അത് ഇൻറ്റു നമ്പർ ഓഫ് GMO, എത്ര മോൾസ് ഉണ്ടോ അത് ഇൻറ്റു GMO കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ മാസ് കണ്ടുപിടിക്കാം. അപ്പം ഇങ്ങനെയുള്ള സെക്കൻഡ് ചാപ്റ്റർ മോൾ കോൺസെപ്റ്റ് പൊതുവെ കുട്ടികൾക്ക് കഠിനമായ ഒരു ഏരിയ ആണ്. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് കരുതുന്നു. അപ്പോൾ മോൾ കോൺസെപ്റ്റിൽ പിന്നീട് STP ആൻഡ് മോളാർ വോളിയം എന്നൊരു പോർഷൻ കൂടിയുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും എന്ന് വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസിലും 180 പ്രഷറിലും, 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് 273 കെൽവിൻ. ഇതൊരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ ഏതൊരു ഗ്യാസസിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. 1 മോൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഇത് അവഗാഡ്രോ കണ്ടുപിടിച്ചതാണ്. ഇതിന് മോളാർ വോളിയം എന്ന് പറയും. എന്താണ് മോളാർ വോളിയം എന്ന് വെച്ചാൽ 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഈസ് ഈക്വൽ ടു 22.4 ലിറ്റേഴ്സ്. ഇതിന് പറയുന്ന പേരാണ് മോളാർ വോളിയം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ STPയിൽ ഇപ്പോൾ ഒരു 89.6 ലിറ്റർ CO2 ഗ്യാസ് തരുന്നു. നമുക്ക് അതിന്റെ മാസ് കണ്ടുപിടിക്കാം. അതിന് നമ്പർ ഓഫ് മോൾസ് ആദ്യം കാണണം. അതിന് ഗിവൺ വോളിയം ഇൻ ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അത് ഇൻറ്റു GM കൊടുത്താൽ ടോട്ടൽ മാസ് കണ്ടുപിടിക്കാം. പ്രോബ്ലം ഞാൻ അടുത്ത ദിവസം ചെയ്ത് കാണിക്കാം. ഇങ്ങനെയുള്ള STPയിലെയും മോളാർ വോളിയത്തിലെയും പ്രോബ്ലംസോട് ചെയ്യാൻ പഠിച്ചാലേ മോൾ കോൺസെപ്റ്റ് പൂർത്തിയാവുകയുള്ളൂ. കെമിസ്ട്രിയിൽ പിന്നീട് വരുന്ന 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിന്റെ 2 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ചാപ്റ്റർ 3 റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു ചാപ്റ്ററാണ്. അതിൽ എന്താണ് മെറ്റൽസ്, പൊതുവെ ഇലക്ട്രോ പോസിറ്റീവായ എലമെന്റ്സ് ആണ് മെറ്റൽസ്. പിന്നെ മെറ്റൽസിന്റെ ചില കെമിക്കലായ പ്രോപ്പർട്ടീസ്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ, വിത്ത് വാട്ടർ, വിത്ത് ആസിഡ്സ്, ഇങ്ങനെയുള്ള ജനറലായ മെറ്റൽസിന്റെ കെമിക്കൽ റിയാക്ഷൻസ് അവിടെ കടന്നു വരും. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. തൊട്ട് പിന്നാലെ റിയാക്ടിവിറ്റി സീരീസ്, ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന പ്രധാനപ്പെട്ട ഒരു സീരീസ് പഠിക്കാനുണ്ട്. മെറ്റൽസിന് അവയുടെ റിയാക്ടിവിറ്റിയുടെ ഒരു ഡിക്രീസിങ് ഓർഡറിൽ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ മുകളിലായിരിക്കും, അതിന് താഴെയുള്ളതൊക്കെ കുറഞ്ഞവയായിരിക്കും. താഴോട്ട് പോകുന്നതോറും കുറഞ്ഞു വരും. അങ്ങനെയുള്ള ഒരു ലിസ്റ്റിന്, ആ ഒരു സീരീസിന് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നും റിയാക്ടിവിറ്റി സീരീസ് എന്നും പറയും. അതിൽ നോക്കിയിട്ടാണ്, അത് ബൈഹാർട്ട് ആകേണ്ടതാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഏത് മെറ്റലാണ് കൂടുതൽ റിയാക്റ്റീവ് എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ മെറ്റൽസിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പോലെയുള്ള റിയാക്ഷൻസ് പഠിക്കാനും, തൊട്ട് പിന്നാലെ വരുന്ന ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഗാൽവനിക് സെല്ലിന്റെ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിവരും ഏത് മെറ്റലാണ് കൂടുതൽ റിയാക്റ്റീവ് എന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പിന്നീട് പ്രത്യേകം പഠിക്കുന്നു. ഒരു മോർ റിയാക്റ്റീവ് മെറ്റൽ ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ അതിന്റെ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും. ഉദാഹരണമായിട്ട് ഇപ്പോൾ അയൺ ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇറ്റ് ഈസ് ബിക്കോസ് അയൺ ഈസ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ദാൻ കോപ്പർ. അതാണ് Fe+CSO4 gives FeSO4+C എന്ന് കിട്ടും. നേരെ മറിച്ച് കോപ്പറിന് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പർ ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. പിന്നെ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് തെളിയിക്കാൻ പറയാറുണ്ട്. അതിൽ മോർ റിയാക്റ്റീവായ, മോർ ഇലക്ട്രോ പോസിറ്റീവായ മെറ്റൽ ഓക്സിഡൈസ്ഡ് ആകുന്നു. മറ്റേ രണ്ടാമത്തെ മെറ്റൽ അല്ലെങ്കിൽ ലെസ് റിയാക്റ്റീവായ മെറ്റൽ റെഡ്യൂസ്ഡ് ആകുന്നു. ഈ ഒരു സംഗതി തെളിയിക്കേണ്ടതായിട്ട് വരും. എൻ്റെ ചാർജൊക്കെ കാണിച്ചുകൊണ്ട് പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലോട്ട് കടക്കും. ഇലക്ട്രോ കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഗാൽവനിക് സെൽ കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലും റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലും നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട്, ഒരു വോൾട്ട്മീറ്റർ ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു, വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ഈ 2 മെറ്റൽസിനെ നമ്മൾ അവയുടെ തന്നെ സൊല്യൂഷനിൽ ഇറക്കി വെക്കും.
അങ്ങനെ നിർമ്മിക്കുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾ ഒരു ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ലുജി ഗാൽവനി എന്ന സയന്റിസ്റ്റാണ് ഇത് തയ്യാറാക്കിയത്. ഇതിൽ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻസ് തമ്മിൽ നമ്മളൊരു സോൾട്ട് ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ സെൽ കൺസ്ട്രക്ഷൻ പരീക്ഷിക്കുന്നവരും അതിൽ മോർ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ ആനോഡായിട്ടും ലെസ് റിയാക്റ്റീവായ മെറ്റൽ കാഥോഡായിട്ടും പ്രവർത്തിക്കും. അങ്ങനെ ഔട്ടർ സർക്യൂട്ട് വഴി ഇലക്ട്രോൺസിന്റെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഒരു ഫ്ലോ ഓഫ് ചാർജസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആ സെല്ലിന്റെ വോൾട്ടേജ്. പിന്നെ ഇതാണ് പ്രധാനമായിട്ട് ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും പിന്നാലെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന ചാപ്റ്ററാണ്. നമ്മൾ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് പീരിയോഡിക് ടേബിൾ, അതിൽ ഓർബിറ്റൽ, സബ്ഷെൽ, അതുപോലെ തന്നെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഡിഫറെന്റ് ബ്ലോക്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ചാപ്റ്റർ 2 മോൾ കോൺസെപ്റ്റ്, എന്താണ് മോൾ, എന്താണ് അവഗാഡ്രോ നമ്പർ, എന്താണ് ഗ്രാം മോളിക്കുലർ മാസ് ആൻഡ് ഗ്രാം അറ്റോമിക് മാസ്, എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാം, STP ആൻഡ് മോളാർ വോളിയം, STPയിൽ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കാണും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ചാപ്റ്റർ 3 റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, എന്താണ് മെറ്റൽസ്, ഇലക്ട്രോ പോസിറ്റീവ് ആയ എലമെന്റ്സ് ആണ് മെറ്റൽസ്, പിന്നെ അവയുടെ റിയാക്ടിവിറ്റി ഡിപെൻഡ്സ് ഓൺ ദർ ഇലക്ട്രോ പോസിറ്റിവിറ്റി, പിന്നെ അവ എങ്ങനെയൊക്കെ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് സോഡിയം ഒക്കെ എന്തുകൊണ്ടാണ് കെറോസിനിലിട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചോദിക്കാൻ പരീക്ഷയ്ക്ക്. പുറത്ത് വെച്ചിരുന്നാൽ അവ പെട്ടെന്ന് തന്നെ എയറുമായിട്ടും മോയ്സ്ചറായിട്ടും റിയാക്ട് ചെയ്യും, മെറ്റലിക് കൊറോഷന് വിധേയമാകും. അതുകൊണ്ടാണ് അത് പിന്നെ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻസ്, റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്, റിഡോക്സ് റിയാക്ഷൻസ് ആണെന്ന് തെളിയിക്കുക. തൊട്ട് പിന്നാലെ ഇലക്ട്രോ കെമിസ്ട്രി, അതിൽ ഗാൽവനിക് സെൽ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ് പഠിക്കാനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ് വിട്ടുപോയി, ഇലക്ട്രോളിസിസ് കൂടെ വരും. ചാപ്റ്റർ 4 പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ്. അത് മെറ്റൽസിന്റെ ഒരു തുടർച്ചയാണ്. ഒരു മെറ്റലിനെ നമ്മൾ ഇൻഡസ്ട്രിയലി മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ ആ മെറ്റലിന്റെ തന്നെ ഒരു കോമ്പൗണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന, ഇങ്ങനെ മണ്ണിൽ കാണപ്പെടുന്ന, പ്രകൃതിയിൽ കാണപ്പെടുന്ന മെറ്റാലിക് കോമ്പൗണ്ട്സിനെ നമ്മൾ മിനറൽസ് എന്ന് വിളിക്കും. അവയിൽ നിന്ന് ഏറ്റവും സൂട്ടബിൾ ആയ ഒരു മിനറലിനെ സെലക്ട് ചെയ്താൽ നമ്മൾ അതിനെ ഓർ എന്ന് വിളിക്കും. ഒരു മെറ്റലിന് തന്നെ പല മിനറൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഈ വേർതിരിക്കാനുള്ള എളുപ്പം, അവൈലബിലിറ്റി, പ്രൊഡക്ഷൻ കോസ്റ്റിലുള്ള കുറവ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏറ്റവും സൂട്ടബിൾ ആയ ഒരു മിനറലിനെ സെലക്ട് ചെയ്യുന്നു. അതിന് നമ്മൾ ഓർ എന്ന് വിളിക്കും. ഈ ഓറിൽ നിന്നും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് വളരെ വലിയൊരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ്. നമ്മളതിന് മെറ്റലർജി എന്ന് പറയും. ഇത്തരം പ്ലാന്റുകളെ മെറ്റലർജി പ്ലാന്റുകൾ എന്ന് വിളിക്കും. ഈ മെറ്റലർജിയിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഒന്ന്, ഈ കൊണ്ടുവരുന്ന ഓറിനെ നമ്മൾ അതിനകത്തുള്ള എർത്തി ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കും. അതിന് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ എന്ന് പറയും. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ടെക്സ്റ്റ് പറയുന്നു. ശക്തമായ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക, ഫ്രോഗ് ഫ്ലോട്ടേഷൻ പ്രോസസ്, പിന്നെ അതുപോലെ ലീച്ചിങ് എന്നൊരു പ്രോസസ് ഉണ്ട്. അനുയോജ്യമായ ഒരു സോൾവെന്റ് ലയിപ്പിക്കുന്നതിനാണ്. മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള 3-4 പ്രോസസ്സിലൂടെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ചെയ്യുന്നത്. മെറ്റലർജിയിൽ ഓറിന്റെ കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേജ് 2 എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ ആണ്. അതിൽ പക്ഷെ 2 സബ് ടൈറ്റിൽസ് ഉണ്ട്. ഒന്ന്, ഈ കിട്ടിയിരിക്കുന്ന ഓറിനെ അതിന്റെ ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യുക. അതിന് റോസ്റ്റിംഗ്, കാൽസിനേഷൻ, ഈ 2 മെത്തേഡിലൂടെയാണ്. അത് പിന്നെ പറയാം. പിന്നീട് ഓക്സൈഡായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിഡക്ഷനിലൂടെ നമ്മൾ മെറ്റൽ വേർതിരിക്കും. അതിന് വിന്നിങ് ഓഫ് ദ മെറ്റൽ എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. ഇപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് അനുയോജ്യമായ ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണ്ടി വരും. കാർബൺ, കോക്ക് പോലെയുള്ള റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാറുണ്ട്. അയണൊക്കെ വേർതിരിക്കാനായിട്ട് കോക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പവർഫുള്ളായ റെഡ്യൂസിങ് ഏജന്റ്സ് ചിലപ്പോൾ വേണ്ടി വരാം. സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള മെറ്റൽസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇലക്ട്രോളിസിസ് ആണ്. അലുമിനിയം ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ. അപ്പൊ ഇലക്ട്രിസിറ്റിയാണ് അവിടെ റെഡ്യൂസിങ് ഏജന്റ്. ഇങ്ങനെ ഈ പാർട്ട് 2 എക്സ്ട്രാക്ഷൻ പ്രോസസ്സാണ്. അപ്പൊ അതിൽ ആ ഫസ്റ്റ് സ്റ്റേജ് കൺവേർട്ടിംഗ് ദി ഓർ ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ്, സെക്കൻഡ് സ്റ്റേജ് എക്സ്ട്രാക്ടിങ് ദി മെറ്റൽ ഫ്രം ദി ഓർ. അതാണ്. പിന്നെ നമ്മൾ ഈ കിട്ടിയ മെറ്റലിനെ ഒന്നുകൂടി റിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും. റിഫൈനിങ് എന്ന് പറയും. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ് ഉണ്ട്, ലിക്വേഷൻ എന്നൊരു മെത്തേഡ് ഉണ്ട്, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഉണ്ട്. പല മെത്തേഡ്സ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ പഠിച്ച ഈ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ അയൺ എക്സ്ട്രാക്ട് ചെയ്യാം,
എങ്ങനെ അലുമിനിയം എക്സ്ട്രാക്ട് ചെയ്യാം. പിന്നെ ചില പ്രധാനപ്പെട്ട മെറ്റാലിക് അലോയ്സിനെ പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ അയണിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ അയൺ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കുന്ന വലിയൊരു ഫർണസ് ഉപയോഗിച്ചിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ചാർജ് എന്ന് വിളിക്കുന്ന ഒരു മിക്സറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ അയൺ ഓർ ഹേമറ്റേറ്റ്, അതുപോലെ തന്നെ കോക്ക് റെഡ്യൂസിങ് ഏജന്റ്, പിന്നെ നമ്മൾ ഇമ്പ്യൂരിറ്റിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫ്ലക്സ് ലൈം സ്റ്റോൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ നിന്ന് കിട്ടുന്ന അയൺ അതിന് പിഗ് അയൺ എന്നൊക്കെ പറയും. നമ്മൾ അതിന് പിന്നീട് കാസ്റ്റ് അയണൊക്കെ ആക്കി മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെല്ലാം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. അലുമിനിയത്തിന്റെ എക്സ്ട്രാക്ഷന്റെ കാര്യത്തിൽ അലുമിനിയം ബോക്സൈറ്റിൽ നിന്നുമാണ് വേർതിരിക്കുന്നത്, L2O3 2H2O. ഈ ബോക്സൈറ്റിൽ നിന്നും ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലീച്ചിങ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സൂട്ടബിൾ ആയ ഒരു സോൾവെന്റിൽ ഉപയോഗിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ് അതിൽ ലയിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ ലയിപ്പിച്ച് ഫിൽട്ടർ ചെയ്ത് വീണ്ടും ചില കെമിക്കൽ പ്രോസസ് ഒക്കെ നടത്തി നമ്മൾ Al2O3 അലുമിനിയം ഓക്സൈഡ് അൻഹൈഡ്രസ് അലുമിന എന്ന് പറയും, അതിന് വേർതിരിക്കുന്നു. അതിന്റെ ഇലക്ട്രോളിസിസ് നടത്തിയാണ് അലുമിനിയത്തെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. പിന്നെ ചില പ്രധാനപ്പെട്ട അലോയ്സ് ഒക്കെ അവിടെ ടേബിൾ ടെക്സ്റ്റിലുണ്ട്, അതൊക്കെ വായിച്ചു പഠിക്കേണ്ടതാണ്. ഇതാണ് ചാപ്റ്റർ 4 പറ്റി പറയുന്നത്. പിന്നെ കെമിസ്ട്രിയുടെ കാര്യത്തിൽ പിന്നീടുള്ള ഒരു ചാപ്റ്റർ നോൺ മെറ്റൽസ് എന്നൊരു ചാപ്റ്ററാണ്. നോൺ മെറ്റൽസിൽ എന്ന് വെച്ചാൽ അതിന് 3 പാർട്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഫസ്റ്റ് പാർട്ടിൽ അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, അമോണിയയുടെ ബേസിക് നേച്ചർ കാണിക്കുന്ന ചില പരീക്ഷണങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്ത് ഉള്ളത്. അമോണിയയുടെ ഡീഹൈഡ്രേറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് നേച്ചർ, ഇതൊക്കെ കാണിക്കുന്ന എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. തൊട്ട് പിന്നാലെ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നൊരു പോർഷൻ അതിനകത്ത് വരും. ആക്ച്വലി അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം, എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ, എന്താണ് ലീ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ, ഇക്വിലിബ്രിയത്തെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഓരോരോ ഫാക്ടർ എങ്ങനെയൊക്കെ സ്വാധീനിക്കും, ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന കെമിക്കൽ ഇക്വിലിബ്രിയം അത്യാവശ്യം നല്ലൊരു പോർഷനാണ്. നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കി. അത് നമുക്കൊരു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു റിയാക്ഷൻ തന്നിട്ട് അതിൽ ചേഞ്ച് ഓഫ് പ്രഷർ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എങ്ങനെ ബാധിക്കും എന്ന് ചോദിക്കും. അത്തരം റിയാക്ഷൻസ് ഒന്ന് എഴുതി പ്രത്യേകം കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, പിന്നീട് പറയാം. ഓക്കെ. പിന്നീടുള്ളത് സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗ് ഉൾപ്പെടുന്ന ഒരു പോർഷനാണ്. കോണ്ടാക്ട് പ്രോസസ്സിലൂടെ എങ്ങനെ H2SO4 മാനുഫാക്ചർ ചെയ്യാം, അതിന്റെ ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഈ 5ാമത്തെ ചാപ്റ്ററായ നോൺ മെറ്റൽസ്. ഇനി 6-7 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ പറയാം. ആദ്യം അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് പീരിയോഡിക് ടേബിൾ, ഓർബിറ്റൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വേരിയസ് ബ്ലോക്സ് ഓഫ് പീരിയോഡിക് ടേബിൾ, ഇതൊക്കെയാണ് അറിയാം. ചാപ്റ്റർ 2 മോൾ കോൺസെപ്റ്റ് ആണ്. എന്താണ് മോൾ, എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്, ഗ്രാം അറ്റോമിക് മാസ്, നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ്, അവഗാഡ്രോ നമ്പർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. STP, മോളാർ വോളിയം ഒക്കെ. പിന്നീട് വരുന്ന ഒരു ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ഓഫ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, പിന്നെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. ഇത്രയാണ് പറഞ്ഞു കഴിഞ്ഞ് നോൺ മെറ്റൽസ് കൂടി പറഞ്ഞു കഴിഞ്ഞ്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ്? അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് പീരിയോഡിക് ടേബിൾ, മോൾ കോൺസെപ്റ്റ്, പിന്നെ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. പിന്നെ അത് 2 മെറ്റൽസിന്റെയാണ്. പിന്നെ അടുത്തൊരു ചാപ്റ്റർ ഒറ്റയ്ക്ക് നിൽക്കും, നോൺ മെറ്റൽസ്, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്നാണ്. പിന്നെ 6-7 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതിനകത്ത് 6ാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിംഗ്, അതുപോലെ തന്നെ പിന്നീട് ആസിഡ്സ്, ആൽക്കഹോൾസ് ഒക്കെ എങ്ങനെ നെയിം ചെയ്യാം, ആൽഡിഹൈഡ് ഒക്കെ നെയിമിംഗ് നമുക്ക് എഴുതി തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. അതിൽ പിന്നെ ഐസോമേഴ്സ് എന്നൊരു ഇമ്പോർട്ടന്റ് പോർഷൻ കൂടി ഉണ്ട്. പലതരത്തിലുള്ള ഐസോമേഴ്സ് ഉണ്ട്. ചെയിൻ ഐസോമേഴ്സ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്, പൊസിഷൻ ഐസോമേഴ്സ്, ഇങ്ങനെയുള്ള ഐസോമേഴ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ അവസാന ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അത് റിയാക്ഷൻസ് ഇൻ ഹൈഡ്രോ കാർബൺസ് തന്നെ പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, കമ്പസ്റ്റൻ റിയാക്ഷൻസ്, തെർമൽ ക്രാക്കിംഗ്, പൈറോളിസിസ് എന്ന് പറയും, അതിന് തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയും. പിന്നെ പോളിമറൈസേഷൻ റിയാക്ഷൻസ്, പിന്നെ എന്താണ് അഡീഷൻ റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസ് നമ്മൾ എഴുതി തന്നെ പഠിക്കണം. പരീക്ഷയ്ക്ക് റിയാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദ്യങ്ങൾ വരും. അഡീഷൻ റിയാക്ഷനൊക്കെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് വിധേയമാവുകയുള്ളൂ എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പോളിമറൈസേഷൻ റിയാക്ഷൻ പരീക്ഷയ്ക്ക് വരാറുണ്ട്.
ഓക്കെ. പിന്നെ ഇത്രയൊക്കെയാണ് അവസാന ചാപ്റ്ററിൻ്റെ വിശേഷങ്ങൾ. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നോക്കിയാൽ ഒത്തിരി ഉണ്ട്. കാരണം ഞാൻ കെമിസ്ട്രി നിങ്ങൾക്ക് പൊതുവേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞു. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ കെമിസ്ട്രി നമ്മൾ ജനറലി റിവൈസ് ചെയ്തതാണ് ഈ വീഡിയോയിൽ. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒറ്റ വീഡിയോ കൊണ്ട് സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ പതുക്കെ സമയം പോലെ ചില ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് കരുതുന്നു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.